സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തത് ആഗ്രഹിക്കുക. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന്. അപ്പോൾ നാം സമാധാനത്തെ ആഗ്രഹിക്കുക, സമാധാനത്തോടെ ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളെ ഒരുക്കിയെടുക്കുകയാണ് മാനസാന്തരം നമുക്ക് ഉണ്ടാകും. അത് ഓരോ വ്യക്തിയിലും അപ്രകാരം സംഭവിക്കണം എന്ന് തന്നെയാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനാലാണ് തൻ്റെ ശിഷ്യന്മാരോടും യേശു പറയുവാൻ ഇടയായി തീർന്നു, നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവനെന്ന് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ അവരിൽ സംഭവിക്കുന്നതായ ദൈവികമായ പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ 13-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുവാനിടയായിട്ടുണ്ട്. യേശു കർത്താവ് ആഗ്രഹിച്ചതും അതുതന്നെ. സ്നേഹം അത്രയും വിലയുള്ളത് മറ്റൊന്നും ഈ ലോകത്തില്ല. സ്നേഹം നമുക്ക് വില കൊടുത്ത് വാങ്ങുവാനും കഴിയുകയില്ല. എത്ര വില കൊടുത്താലും സ്നേഹത്തെ മാത്രം നമുക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹമുള്ളവരായി ഇരിക്കുക, അതാണ് ഏറ്റവും വലുത്. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ സ്നേഹമില്ലാത്ത അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. അതല്ല ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇത് 3 കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നതാണ്. അത് ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതൊരു ദൈവപ്രവൃത്തിയായി മാറുവാൻ ഇടയായി തീരും. വിശ്വാസത്താൽ വാഞ്ചയോടെ കാത്തിരിക്കുന്ന അവസ്ഥയായ പ്രത്യാശ. ഇപ്പോൾ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വലിയ തൂക്കമാണുള്ളത്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ
ദൈവം നൽകുന്നു. അതിനായി നാം ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലേണ്ടതുണ്ട്. ദൈവത്തിനായി നമ്മെ സമർപ്പിക്കേണ്ടതുമുണ്ട്. അപ്പോഴാണ് നമുക്ക് പ്രത്യാശ ഉള്ളവരായി മാറുവാൻ കഴിയുന്നത്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം എനിക്ക് ആവശ്യമായ, എനിക്ക് വേണ്ടതെല്ലാം ദൈവം നൽകുന്നു. അതിനായി ദൈവം സകലതും ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ നന്മയെയാണ് ആഗ്രഹിക്കുന്നത്. ആ നന്മയാണ് എന്നെ പ്രത്യാശയുള്ളവനാക്കി ദൈവത്തെങ്കിലേക്ക് അടുത്തു നിർത്തുവാൻ പര്യാപ്തനാക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം മുതൽ 24-ാമത്തെ വാക്യം പറയുന്നത്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് എന്ന്. ഇപ്പോൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശ, അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം. അതാണ് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനമായ ഘടകം. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതാകയാൽ നാം പ്രത്യാശയുള്ളവരായി നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കും. ഈ ലോക ജീവിതം എന്ന് പറയുമ്പോൾ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് മനുഷ്യനിവിടെ ജീവിച്ചിരിക്കുന്നത്. അത് വലിയ കഷ്ടതകളും പ്രയാസങ്ങളും പലവിധ കാരണങ്ങളാൽ എപ്പോഴും ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടാണ് ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കുന്നതെങ്കിൽ, ഇതിനപ്പുറം മനുഷ്യനൊരു ജീവിതമുണ്ട് പ്രിയമുള്ളവരിൽ. കാരണം ഇവിടെ നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് അതതിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുകയും നാം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ ജഡം മാത്രം ഈ മണ്ണിനോട് ചേരുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ആത്മാവോ നാം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ അന്വേഷിക്കുകയോ ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തിൽ വിശ്വസിക്കുകയോ ചെയ്യാതിരുന്നാൽ നമുക്ക് പ്രത്യാശിക്കുവാൻ ഒന്നുമില്ല എന്ന് ഇവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയത് നേടുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. അത് നമ്മൾക്ക് നൽകുവാൻ. അതാണ് നമ്മുടെ പ്രത്യാശയല്ല. ഇതുവരെ നാം കണ്ടിരിക്കുന്നതല്ല, നാം അനുഭവിച്ചതല്ല, അതിനുമപ്പുറം നാം കാണാത്തതും നാം അനുഭവിക്കാത്തതുമായ ഒന്നിനെ കാണുവാനും അതനുഭവിക്കുവാനുമുള്ള ഒരു മനോഭാവം, ഒരു ഉറപ്പുള്ള വിശ്വാസം. ആ വിശ്വാസം ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വിശ്വാസമാണ് നമ്മെ പ്രത്യാശയുള്ളവരാക്കി മുൻപോട്ട് നയിക്കുന്നത് എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ നാം ദൈവത്തെയാണ് ഏറ്റവും അധികമായി സ്നേഹിക്കേണ്ടത്. ദൈവം നാശമില്ലാത്ത, ഇവിടെ എപ്പോഴുമുള്ളത്, എന്നുമുള്ളത്. എന്നാൽ നമുക്കുള്ള ഓരോന്നും നാമും ഒരിക്കലും ഇവിടെ നിന്ന് മാറ്റപ്പെടും. എന്നാൽ മാറ്റപ്പെടാത്ത ഒന്നുള്ളു, അത് ദൈവം തന്നെയാണ്. ആ ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പറയുകയാണ്, സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി തന്നെ എന്ന്. സ്നേഹം ഒരിക്കലും കൂട്ടുകാരനെ ദോഷമായി ഒന്നും പ്രവർത്തിക്കുവാൻ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് കഴിയുകയില്ല. കാരണം ആത്മാർത്ഥ ഹൃദയമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ സ്നേഹിതനെ ഏതൊരു തരത്തിലും വാക്കിനാലോ പ്രവൃത്തിയാലോ നമുക്ക് ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല. അതാണ് ഇവിടെ റോമാലേഖനം 13-ന്റെ 10-ൽ പറയുന്നത്, സ്നേഹം കൂട്ടുകാരുടെ ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി തന്നെ. ന്യായപ്രമാണം അപ്രകാരമാണ് പറയുന്നത്. മറ്റ് കൽപ്പനയിലും
അതിലത്തെ കൽപ്പന പറയുന്നതും അതുതന്നെയാണ്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നും നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും പറയുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി മാത്രമാണ് നാം ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. ആകയാൽ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നവരല്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ പോലും അപ്രകാരമൊന്ന് തോന്നാതിരുന്നാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ വഴി ധാരാളമുണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ വഴി കുറഞ്ഞു പോകുന്ന അവസ്ഥകളെ നാം തന്നെ സൃഷ്ടിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് കാണുവാൻ കഴിയും. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നത്, എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സ്നേഹാദര പ്രവൃത്തിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ എന്ന്. ഉറ്റു സ്നേഹിപ്പീൻ എന്ന് പറയുന്നത് നാം അടുത്തിരിക്കുന്നത് പോലെ നാം എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോടും അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ അവസ്ഥയെയും ഇവിടെ കാണിക്കുകയാണ് ഉറ്റിരിക്കുക എന്നുള്ളത്. അപ്പോഴൊരു ഉറ്റ സ്നേഹമാണ് മനുഷ്യന് തമ്മിൽ ആവശ്യം ആയിരിക്കുന്നത്. അതാണ് ദൈവം നോക്കിയിരിക്കുന്നതും. മനുഷ്യൻ്റെ പരസ്പരമുള്ള സ്നേഹം എത്രയുണ്ടോ അത്രയ്ക്കും ദൈവത്തെ അവർ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ദൈവത്തിന് മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളത്. അതാണ് ബൈബിൾ പറയുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഭൂമിയിൽ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ പ്രിയമുള്ളവരെയും അപ്പോസ്തലനായ പൗലോസ് പിന്നെയും കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പറയുന്നത്, എല്ലാ വീട് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ എന്ന്. അപ്പോൾ സമ്പൂർണതയുടെ ബന്ധം സ്നേഹമാണ്. അത് നാം പരസ്പരം ധരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമായി തീരും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ സമ്പൂർണമായ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എന്നും എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരുവചനം ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും എന്നും എപ്പോഴും ഇരിക്കട്ടെ. അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.